ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നിയ ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. കരിഷ്മ അറിയാം, മാനേജർ, എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരിഷ്മയോട് പറഞ്ഞത് തന്നെ കരിഷ്മ എന്നോട് ചോദിച്ച് എന്താടി നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരിഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു. ചേച്ചിയോട് പറഞ്ഞു കരിഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. പതോളജി റിപ്പോർട്ടാണ്, നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി വൃതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ.
കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിലും വലിയ കുത്തുവാക്കുകളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിലും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിൻ്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ? അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ചേച്ചി, എനിക്ക് ശരിക്കും ചേച്ചിനോട് ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതായി. ചേച്ചി എപ്പോഴും കിച്ചുവിനെ പോലെയായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതപ്പം ചേച്ചി റിയലി എന്തെങ്കിലും ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും എൻ്റെ ചോദ്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനൊന്നും ഇല്ല, സ്ഥാനത്ത് തന്നെ അന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടനെ സ്വപ്നം കാണുകയാണ്? ഞാൻ സുധിച്ചേട്ടനെ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കുറേ വർഷമല്ല കുറേ നാളുകളായി. ഞാനത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. ചിലപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാൾ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാനതിനെ കീഴ്പ്പെടുത്തണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനയും, ഇനി എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ചോദിക്കുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്നുള്ളത് ഒബ്വിയസ്ലി രേണുസുതി തന്നെയാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു കോള് വരാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം എന്ന്. എറണാകുളത്തു നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി. ചേച്ചിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് കേൾക്കാനായിട്ട്? എന്ത് പറ്റി ചേച്ചി? അതെ, എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, ഞാനത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുറച്ച് പ്രേക്ഷകരുണ്ട്, അപ്പം അവരോട് എനിക്കത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും നിങ്ങൾ വന്നത്. ചേച്ചിയുടെ അങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ മനസ്സിലുള്ളതൊക്കെ ഒരുപാട് ഗോസിപ്പുകളായിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം അതൊന്നും സത്യമാകരുന്നേ എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ അന്ന് നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും മറ്റുള്ളവർ പറഞ്ഞല്ല അത് അറിയേണ്ടത്, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് വന്ന് പറയും എന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പം അത് സമയമായി പറയാൻ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ചേച്ചി ഇപ്പം എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം, എല്ലാവരും പറയുന്ന കാര്യം, ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, അത് റിയൽ ആണോ, ചേച്ചിയുടെ വാഗൊണ്ട് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തൊന്നും ഞാനിത് മറച്ചു വെച്ച്, പക്ഷെ ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് വന്നിട്ട്. ചേച്ചി ശരിക്കും ഈ ഒരു കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും സത്യമാവല്ലേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂ എടുക്കുമ്പോഴും കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ചേച്ചി അങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ്, ഇങ്ങനെ നടക്കുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ചേച്ചി എപ്പോഴും ഒരു അനിയത്തിയുടെ സ്ഥാനം, അനിയത്തി ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും എനിക്ക് ഫുഡ് വാരി തന്നിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അത്രയും സ്നേഹത്തോടെ മാത്രമായിരിക്കും ചേച്ചി എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്ന് പോലും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കണ്ടന്റിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നു, ആ ഒരു കാര്യം കഴിയുന്നു, അപ്പോഴും പഴയ പോലെ സ്നേഹം നിൽക്കുന്നു. പക്ഷേ ഈ ഒരു ഗോസിപ്പ് കേട്ടപ്പോൾ പോലും അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ, ഒരു മനുഷ്യനും അങ്ങനെയൊന്നും വരല്ലേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ, അതും ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ അങ്ങനെ കേട്ടപ്പോൾ സത്യം. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയാനും എന്നാ ഒരിക്കലും ഇത് സത്യമാകരുതേ എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ഇനി അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ചതിയായിട്ട്. ചേച്ചി എനിക്ക് ശരിക്കും ചേച്ചിനോട് ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതായി. ചേച്ചി എപ്പോഴും കിച്ചുവിനെ പോലെയായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതപ്പം ചേച്ചി റിയലി എന്തെങ്കിലും ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും എൻ്റെ ചോദ്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനൊന്നും ഇല്ല, സ്ഥാനത്ത് തന്നെ അന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. കുഴപ്പമില്ല. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ഇത് പറയാനാണെങ്കിൽ പല തെറ്റിദ്ധാരണകളും പലർക്കും ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കണ്ടതുപോലെ കേട്ടതുപോലെ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനൊരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ, ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. അപ്പം 15-ാമത്തെ വയസ്സിൽ ഞാനിത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ ആ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഇങ്ങനെ ഞാൻ എങ്ങനെയോ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവർ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്നിത് ബയോപ്സിയൊക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പം അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. അത് എടുത്ത് കളയണമെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞില്ല. കാരണം എനിക്ക് ഈ ഇഞ്ചക്ഷന് മനസ്സിന് ഭയങ്കര കട്ടിയെന്ന് എല്ലാവരും പറയും, സത്യമാണ്.
ഇത്രയും ക്യാൻസർ അറിഞ്ഞിട്ട് പോലും ഞാൻ റീൽസ് ചെയ്തു. മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് റീൽസുകളിലൂടെ ഒക്കെ സന്തോഷിച്ചു ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ കട്ടി കൊണ്ട് തന്നെയാണ്. ഇത്രയും ഒരു ക്യാൻസർ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ അതെൻ്റെ മനസ്സിൻ്റെ കട്ടി തന്നെയാണ്. പക്ഷേ ദേഹത്തൊരു സൂചി കുത്തി എനിക്ക് പേടിയൊക്കെ, ഇപ്പോഴും എനിക്ക് പേടിയാണത്, സൂചി കുത്തുന്നതൊക്കെ. അപ്പോൾ അത് ആ ഒരു പേടി മൂലം ഞാനന്ന് വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഇവർ കൊണ്ടുപോയി അത് കീറിക്കളയും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് പറയാതെ കൊണ്ട് നടന്നു. അതിന് കുറേ നാൾ കഴിഞ്ഞ്, അതായത് സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളത് ഡോക്ടറിനോട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെന്താ, ഇവിടെ ഒരു പരിശോധിച്ചപ്പം എന്തോ ഒരു സംശയം തോന്നി അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം എന്തോ ഒരു ഡൗട്ട്. അപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു രേണു ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്താ സാറേ? അപ്പോഴും ഇന്ന പോലെ ഒരു ഡൗട്ടുണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയല്ലേ, എന്നോട് മാത്രം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, എൻ്റെ ഞാനും പോയത്. ആങ്ങളെ ആശുപത്രി കയറി വന്നില്ല, കാറിലിരുന്ന് ഞാനാണ് ചെന്നത് സംസാരിക്കുന്നത് ഡോക്ടറിനോട്. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അതിനുശേഷം മാമോഗ്രാം, നമുക്കറിയാം നമ്മൾ സ്ത്രീകൾ എല്ലാ പ്രാവശ്യവും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ ഇത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിപ്പോയത് അതാണ്. കാരണം നമ്മളിത് നേരത്തെ ഈ വേദനയില്ലാത്ത മുഴയായതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല ഡോക്ടർ, എൻ്റെ ധൈര്യം. രേണുസുധിക്ക് നല്ല ധൈര്യമുള്ള ആളല്ലേ. അപ്പം ഞാൻ അപ്പം ചിന്തിച്ച്, ഞാൻ ആ ഒറ്റ നിമിഷത്തിൽ കേട്ടപ്പം എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അതാരാണേലും അങ്ങനെ ഒരു അവസ്ഥ, ആർക്കും നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ. ഞാൻ ഇനി കരയാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ ഞാൻ അവിടെ ഇരുന്ന് പോയി. കരയാൻ പോലുള്ള ഇതായി ഇല്ല, വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മളത് നമ്മുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായവർക്ക് അറിയാം അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ പപ്പായുടെ അനിയനും അങ്ങനെ ആണ് ലോകത്തിൽ നിന്ന് പോയത്. അപ്പം അത് വേറെ ക്യാൻസർ ആയിരുന്നു. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. പക്ഷെ കരീഷ്മ അറിയാം, മാനേജർ, എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താണ് നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞു, ഞാനപ്പോൾ അവളോട് പറഞ്ഞിടി ആരോടും പറയണ്ട. അപ്പോൾ അവൾ എനിക്ക് ധൈര്യം തന്ന് നിനക്കൊന്നും സംഭവിക്കത്തില്ല, നമുക്ക് ചികിത്സിക്കണം. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കരീഷ്മ തന്നെയാണ് എൻ്റെ ചേച്ചിയോടും പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, എനിക്ക് അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കൾ. അവരുടെ പേര് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, 5-8 പേരെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അവരുടെ നല്ല ആൾക്കാരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അവൾ നല്ല ധൈര്യം തന്നു കേട്ടോ. ആദ്യം കരീഷ്മ ഒരുപാട് എന്താ പറയുക നല്ല ധൈര്യം തന്നു, മുന്നോട്ട് നമ്മൾ ജീവിക്കണം, പോകണം, ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തന്നു. അതിന് ശേഷം കുറച്ച് സുഹൃത്തുക്കൾ അറിഞ്ഞു, എൻ്റെ വീട്ടിലറിഞ്ഞു. എന്നെ നേരെ പെറ്റ് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പരിമല ഹോസ്പിറ്റലിൽ പോയി, പ്രൈവറ്റ് ആശുപത്രി. അവിടെ നിന്നാണ് ഇത് ലീക്കായിട്ട് വ്ളോഗർ, നിങ്ങൾക്കറിയാലോ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരസുഖം ആണേലും അല്ലേലും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആരോട് ശത്രുതയില്ല. കാരണം എനിക്ക് വരാനുള്ള അസുഖം ദൈവം തരാനുള്ള, എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോഴെങ്ങും വന്നല്ല, കുറേ വർഷം മുന്നേ ഈ ഒരു മുഴ വന്നതാണ്. പക്ഷെ അതിന് വേദനയില്ലാത്ത മുഴ ആയതുകൊണ്ട് ഞാൻ അധികം ചിന്തിക്കാനേ പോയില്ല. ക്യാൻസർ എന്ന് പറയുന്ന വേദനയില്ലാത്ത മുഴകളാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അവിടെ നിന്ന് അത് ഔട്ടായി. പക്ഷെ ഞാൻ എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കൾ, കരീഷ്മ, എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി ഫാമിലി, എൻ്റെ പപ്പ അമ്മ ഫാമിലി, ഇത്രയും പേർക്ക് അറിയത്തുള്ളായിരുന്നു. കുറച്ച് പേർക്ക്, വിരലിലെണ്ണാണ് കുറച്ച് സുഹൃത്തുക്കൾ. എനിക്ക് കുറച്ച് ഷൂട്ട് വീട്ടുകാരറിഞ്ഞാൽ ഒന്നേരെ
ഷൂട്ടൊന്നും നടക്കത്തില്ല. എനിക്ക് ചികിത്സയ്ക്ക് എന്തായാലും പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാൾ മുന്നേ തന്നെ ഇങ്ങനെ അങ്ങ് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ പോയത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് വീട്ടിൽ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട് അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഈ കഴിഞ്ഞ അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. ഈ കഴിഞ്ഞ ദിവസം, ഈ 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് സ്ഥിരീകരിച്ചത്. അപ്പോൾ എപ്പോഴാണിത് സത്യമാണെന്നുള്ള വീട്ടുകാരോടും അമ്മേനോടും അച്ഛനോടും? അത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന സമയത്താണ് ഇത് സ്ഥിരീകരിച്ചത്. ഇത് കൺഫേം ആയത്, അവർക്ക് ഇത് കൺഫേം ആയത്. അപ്പോഴാണ് ഞാൻ ഓടി ഇങ്ങ് പോകുന്നത്. പെട്ടെന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇന്നലെ തന്നെ വന്നത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ അവസ്ഥ വരുന്നവർക്കേ അത് അറിയത്തുള്ളൂ. അവർ മാക്സിമം അവർ പിടിച്ചു നിന്ന്. പക്ഷേ ചേച്ചിയൊക്കെ പലപ്പോഴും, ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും, പപ്പ കരഞ്ഞില്ല, അമ്മയാണേലും പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അത്രത്തോളം എൻ്റെ വേദന മനസ്സിലാവും. ഇത്രയും നാളും വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എങ്ങനെയാലും സന്തോഷത്തോടുകൂടി അവരെ സന്തോഷിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പോവുക മരിക്കുന്നോടം വരെ. പക്ഷെ ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാലല്ലേ പിന്നെയും നമുക്ക് ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പം തേർഡ് സ്റ്റേജോളം ആയത്. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അന്നേ ഈ ഡോക്ടർ 15 വർഷം മുന്നേ ഇത് എടുത്ത് കളയുമായിരുന്നില്ല. അതിന് ചികിത്സ തുടരുന്നെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇത് നമ്മളത് കളയുമോ എന്തെങ്കിലും ചെയ്യുമായിരുന്നു, എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരത്തില്ല. പക്ഷെ ഞാൻ അതത്ര ഓർത്തില്ല. വേറൊന്നുമല്ല, മുന്നോട്ട് പോട്ടെ, പോകുന്നോടം വരെ പോട്ടെ, സന്തോഷത്തോടെ പോട്ടെ. അതുപോലെ ബയോപ്സി റിസൾട്ട് കിട്ടി പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ വീട്ടിൽ പറയാത്ത അതായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത് വീട്ടിൽ. ഇപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ഇന്ന് രാവിലെയും പുറത്തുനിന്ന് വന്ന് നേരെ വീട്ടുകാർ ചെന്ന് ഡോക്ടർമാരോട് റിസൾട്ടും കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അവർ ഇത് കൺഫേം ആക്കിയല്ലോ. മെഡിക്കൽ കോളേജിൽ നിന്ന് കൺഫേം ആയി. പെട്ടെന്ന് ഓടി വരുമായിരുന്നു. പെട്ടെന്ന് ഓടി വന്ന് കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കുറച്ച് ടെസ്റ്റുകളാണ് ചെയ്തത്. പോയി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം അതിന് മുന്നേ തലേന്ന് തന്നെ വീട്ടുകാർ ചെന്ന് ഡോക്ടർമാരോട് സംസാരിച്ച് അവർ പറഞ്ഞ് അവരുടെ പതോളജി റിപ്പോർട്ട് കിട്ടിയാലേ അവർ സ്ഥിരീകരിക്കത്തുള്ളൂ. സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഇന്ന് വെളുപ്പിനാണ് വന്നത്. ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഇതിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഡോക്ടർ പറഞ്ഞു കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് ആക്സലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി. അതുപോലെ ചെസ്റ്റ്, ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. അപ്പം ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കീമോ എന്താണെന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ചിലവർക്കെങ്കിലും മറ്റുള്ളവർ അനുഭവിച്ചെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച് കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക, അറിയാം. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ ഉടനെ പറഞ്ഞു. അതുപോലെ പല ട്രീറ്റ്മെൻറ്റുകളും അവർ വിശദീകരിച്ച് തന്നു. അപ്പം അതിനൊക്കെ ഞാൻ വിധേയമാകണം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കുഞ്ഞു കൊച്ചാണുള്ളത്, ഞാനൊന്നും ആയിട്ടില്ല. എന്നെ ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ചീത്ത പറയാനും അവൾക്ക് അങ്ങനെ വേണം, ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഒരുപാട് പേര് കമൻസ്, ഇതിലും വരുമായിരിക്കും കമൻസ്. അങ്ങനെയുള്ളവരെ, ഇനി ഈ രോഗം അറിഞ്ഞിട്ടും എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എനിക്കൊന്നും പറയാനില്ല. എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന മാത്രമേ ഞാൻ ചോദിക്കുന്നു. ചേച്ചി, ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ മകൻ എന്ത് ചെയ്യും? കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടാണോ? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാണെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ്, നിങ്ങൾക്കറിയാമല്ലോ, കിച്ചു വലുതായി.
ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് എന്നാ ഞാൻ പറയേണ്ടത്. ഈ ഋതപ്പനെ കാര്യങ്ങൾ അറിയോ എന്തെങ്കിലും? ഋതപ്പനോട് ഞാൻ പറഞ്ഞു ചെറിയ ഉവാവുണ്ട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞപ്പോൾ അവൻ ഇവിടെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ തൊട്ടിട്ട് അമ്മയുടെ ഉവാവ് മാറണേന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കിപ്പോഴും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമുണ്ട്. പക്ഷെ കീമോ ഒക്കെ തുടങ്ങുമ്പോഴത്തേന് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾ എല്ലാവർക്കും ഇപ്പം മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല എന്ത് പറ്റി ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിങ്ങളെ എന്നെ വിളിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവമേ ഇങ്ങനെ ആകരുതേ എന്ന് പറഞ്ഞവരുണ്ട്. രേണുസുതിക്ക് അങ്ങനെ വരില്ലേ. എന്നിട്ടും ഈ വ്ളോഗർ ഇത് പുറത്ത് വിട്ടിട്ട് പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് അവൾ അടവാണ്. കാരണം ഞാനല്ല അത് പുറത്ത് വിട്ടത്, എന്നിട്ട് പോലും അവളുടെ അടവാണ് എന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടുകളുണ്ട്, കുറച്ച് റിപ്പോർട്ടുകളുണ്ട്. ബാക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ ഉറപ്പായിട്ടും ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും പലരും കാണുമ്പോൾ പറയുന്നത് ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് ആണ്, കണ്ടന്റിന് വേണ്ടിയാണെന്ന് പറയുന്നവരോട് ഒന്ന് റിപ്പോർട്ട് കാണിച്ച്. ഇത് പതോളജി റിപ്പോർട്ടാണ്, നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലാതെ. പിന്നെ ഇത് ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാനത് കാണിക്കാം. ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്, ബയോപ്സിയുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ നമ്മുടെ സുധിച്ചേട്ടൻ പോയി ആ ഒരു കാര്യം റിക്കവർ ആയി വരുന്ന ആ സമയത്ത് തന്നെ വീണ്ടും അടുത്തൊരു പരീക്ഷണം കൂടിയാണ് ദൈവം തന്നത്, ക്യാൻസർ എന്നത്. അപ്പം അതിനെ എങ്ങനെയാ ചേച്ചി തരണം ചെയ്യുന്നത്? എല്ലാം പറഞ്ഞില്ല ഞാൻ, നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഇതിലും വലിയ കുത്തുവാക്കുകൾ ഞാൻ ഓർക്കുന്ന, ക്യാൻസർ എന്ന രോഗം വന്ന് നമ്മൾ ആരും ഒന്നും ചെയ്തിട്ട് വരുന്നത്, ഒരുപാട് കുഞ്ഞു പിള്ളേർക്ക് വരെ വരുന്നില്ല ഈ രോഗം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു, എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ, അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിലും വലിയ കുത്തുവാക്കുകളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ല, ഇപ്പം വേറൊന്നുമല്ല, ഇതിലും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും, എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? പറഞ്ഞോ എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തു. ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല, അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എൻ്റെ മാനേജർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല അവിടുന്ന്. ശരിക്കും എനിക്കിപ്പോഴും ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും, അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലൈഫിൽ ഓരോ അവസ്ഥ വരുമ്പോഴാണ്. ഞാനിപ്പോൾ അതിന് മുന്നേ കുറേ പേരെ ഇങ്ങനെ ചിന്തിച്ച്, ഇത് വന്നിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് സെലിബ്രിറ്റികളിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ പേര് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ആ മാമിനെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ സത്യമായിട്ട് അവരൊക്കെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നവരാണ്. അപ്പം അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്പം മാതൃകയായി നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ പലപ്പോഴും തളർന്നു പോകുന്നുണ്ട്. ഇപ്പം ഉടനെ കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, കീമോ തെറാപ്പി. അപ്പം നമ്മൾ പലപ്പോഴും അവസ്ഥ വളരെ മോശമായിരിക്കും. കാരണം എനിക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ് എൻ്റെ ഇപ്പോഴേ. ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടാകാം, അതൊക്കെ ആലോചിക്കാൻ നമുക്ക് ശരിയാണ്. പക്ഷെ മുന്നോട്ട് നമുക്ക് ജീവിക്കണം എന്നൊരൊറ്റ ചിന്തയാണ് എന്നെ ഇപ്പം നയിക്കുന്നത്. ചേച്ചി ഇപ്പോൾ ഇത് മുന്നേ അറിഞ്ഞപ്പോൾ ചേച്ചിക്ക് അത് ചികിത്സിച്ച് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ല? അപ്പോൾ ഇത്രയും മുന്നോട്ടത് വരില്ലായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത ആ മുഴ ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങൾക്ക് മുന്നേ മുഴ ഉള്ളതാണ്.
അത് അന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ മുഴയും റിമൂവ് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഈ അവസ്ഥ വരും. ഞാനത് എല്ലാവരോടും പറയുന്നത്, ഗേൾസ് ആണ് ആരാണെങ്കിലും വേദനയില്ലാത്ത മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ സമയത്തിന് തന്നെ കാണിക്കുക. വേദനയില്ലെന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത്, മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം വേദനയില്ലാതെ കാർന്ന് നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. നമ്മൾ ശ്രദ്ധിക്കുക. എന്നെപ്പോലെ വരരുത് അവസ്ഥ. ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് നോക്കുന്നത് RCC ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എന്താണ് അവിടെ ചികിത്സ? നമുക്ക് അടുത്ത് മെഡിക്കൽ കോളേജാണ്. പിന്നെ എന്തുകൊണ്ടും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നാണ് ഇത് ലീക്കായത്. എൻ്റെ പെറ്റ് സ്കാനും കാര്യങ്ങളും നിങ്ങൾ അറിയുന്നു, പ്രൈവറ്റ് ആശുപത്രി. അപ്പം ഞാൻ പിന്നെ അവിടെ കാണിച്ചില്ല. തുടർ ചികിത്സ എനിക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ വിശ്വാസമാണ്. ഞാൻ ഡോക്ടേഴ്സിനെ എല്ലാം പൊതുവായിട്ട് ദൈവത്തെ പോലാണ് കാണുന്നത്. ഇപ്പം എന്നെ നോക്കുന്ന ഡോക്ടേഴ്സിനെ ഞാൻ ദൈവതുല്യമായിട്ട് കാണുന്നു. എനിക്ക് അവരുടെ വിശ്വാസമുണ്ട്. എന്നെ രക്ഷിച്ചെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ചത്. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ്റെ സ്വപ്നം കാണുകയോ? ഞാൻ സുധിച്ചേട്ടൻ്റെ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കുറേ വർഷമല്ല കുറേ നാളുകളായി. ഞാനത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. ചിലപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കണ്ടിട്ടില്ല ഏട്ടനെ, സ്വപ്നം കണ്ടിട്ടില്ല. ഓർക്കാറുണ്ട്, എന്നും ഓർക്കും. ഇതറിഞ്ഞതിന് ശേഷം ഒരുപാട് കൂടുതൽ സമയം ഓർക്കാറുണ്ട് ചേട്ടനെ. നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. അത് തോന്നാറുണ്ട്, ഉള്ള കാര്യം പറയുന്നത്. അതും ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രം. അല്ലാതെ ഞാൻ സ്വപ്നമൊന്നും കാണാം. നമ്മൾ കള്ളം പറഞ്ഞൊന്നും നേടാനില്ല. നമുക്ക് സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു? അപ്പം സുധിച്ചേട്ടനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഡിപ്ലോമയ്ക്ക് പഠിച്ചത്. കൂടെ ഉണ്ടായിരുന്നപ്പോഴും ചേച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, മുഴയുണ്ടായിരുന്നു. ആ ഒരു മുഴയെ കുറിച്ച് എന്തെങ്കിലും സുധിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സുധിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോന്നല്ല, അറിയാൻ തോന്നുന്നു, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് നേരത്തെ പരിശോധിച്ചാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അന്ന്. എങ്കിൽ പോലും ഡോക്ടർ പറഞ്ഞതാണ് അതെടുത്ത് കളയണമെന്ന്. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടില്ല, സുധിച്ചേട്ടനോടും പറഞ്ഞിട്ടില്ലായിരുന്നു, വീട്ടിലും പറഞ്ഞിട്ടില്ലായിരുന്നു. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിൻ്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും. ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? ഇതറിഞ്ഞപ്പോൾ എന്താ ദൈവത്തിനോട് ചോദിച്ചേ? സത്യം പറഞ്ഞാൽ ആദ്യം നല്ല വിഷമം, ദൈവമേ എനിക്കിത് വരുത്തിയല്ലോ. കാരണം നമുക്കൊരു അസുഖം വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെയോ മനസ്സിൽ ചിന്തകൾ വരുമെന്നുള്ള സത്യമാണ്. അതായത് എന്തൊക്കെയോ എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ ചിന്ത വന്നായിരുന്നു, എന്തോ എനിക്ക് വരുമല്ലോ, വന്നതിനിയും എന്താ അറിയില്ല. നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വിധിയാണ്, നമ്മുടെ വിധി. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ വിധിയാണ് ഞാൻ 32ാമത്തെ വയസ്സിൽ വിധവയാകണമെന്നും 34ാമത്തെ വയസ്സിൽ ക്യാൻസർ സ്ഥിരീകരിക്കണമെന്നും 15ാമത്തെ വയസ്സിൽ ഈ ഒരു ചെറിയ മുഴ വന്നത് വലുതായതാണ്, ചെറിയ മുഴ കാണണമെന്നും ഒക്കെ എൻ്റെ വിധിയായിട്ട് ഞാൻ കാണുന്നു. ദൈവം നമുക്ക്, പിന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ വളരെ വലിയൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഞാൻ അതുപോലെ ദൈവതുല്യമായിട്ട് ഡോക്ടേഴ്സിന്, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി, ഇപ്പോൾ ചേച്ചീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, വെറുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോടൊക്കെ ചേച്ചിക്ക് ഈ സമയത്ത് എന്താ പറയാനുള്ളത്? ഇഷ്ടപ്പെടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതറിഞ്ഞിട്ടും ഞാനിങ്ങനെ മുന്നോട്ട് പോയത് സത്യം പറഞ്ഞാൽ ജീവിക്കണം, മരിക്കുന്നവരെ നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇത് അറിയിക്കരുതെന്ന് ഓർത്ത് പോയതാണ്. പക്ഷേ ഇതേപോലെ വീട്ടുകാരറിഞ്ഞ് എന്നെ വീണ്ടും ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോയി. ഇതിപ്പോൾ എന്തായാലും അറിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല, തുടങ്ങുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കുക. എന്നെ ഇഷ്ടമില്ലാത്തവരടുത്ത് എനിക്കൊന്നും പറയാനില്ല. എന്ത് പറയാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു മഹാരോഗം, അല്ലെങ്കിൽ ഇത് വലിയൊരു രോഗം തന്നെയാണ്. ആ രോഗം നമുക്ക് വരുമ്പം പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും ക്രൂശിക്കുന്നവരെയും എനിക്കൊന്നും പറയാനില്ല. അവരടുത്തും എനിക്ക് ദേഷ്യമില്ല. കാരണം ഈ സമയത്ത് എനിക്ക് ഒരു ശത്രുക്കളോടും ഒരു ദേഷ്യവും ഇല്ല. എൻ്റെ അസുഖം എങ്ങനെയും കുറയണം എന്നുള്ളൊരൊറ്റ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. കാരണം അറിയാലോ, നിങ്ങൾക്ക് ലൈഫ് അറിയാലോ,
മുന്നോട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് എനിക്ക് വിശ്വാസമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണെങ്കിലും കരിഷ്മയാണെങ്കിലും എന്നോട് എപ്പോഴും പറയുന്നൊരു ഒറ്റ ധൈര്യമുള്ള വാക്കാണ്, നീ ഇതിനെ അതിജീവിക്കും, നീ മുന്നോട്ട് വരും. ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് സിനിമയും ഒക്കെ നീ ചെയ്യും, ആൽബങ്ങളും ചെയ്യും. എന്നോട് എപ്പോഴും പറഞ്ഞ് ധൈര്യം തരാറുണ്ട്. അതെൻ്റെ വിശ്വാസമാണ്. ഞാൻ ഇതിനെ അതിജീവിച്ച് വരുമായിരിക്കും. ഇല്ല, വരും. വന്നു ഇതുപോലെ തന്നെ എല്ലാം കുറഞ്ഞ എൻ്റെ അതായത് ആരോഗ്യം വീണ്ടെടുത്തിട്ട് മെയിൻ സ്ട്രീം വണ്ണിൻ്റെ മുന്നിൽ തന്നെ ഞാൻ പ്രേക്ഷകരോട് വന്ന് സംസാരിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ചേച്ചി ഇപ്പോൾ കുറേ നാൾ വീട്ടുകാരുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പം വീട്ടുകാർ ചോദിച്ചില്ലേ, നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യാറുന്നില്ലേ എന്ന് ദേഷ്യപ്പെടുകയും. ഈ മുഴ കളഞ്ഞെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. ഇപ്പം അതറിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടില്ല. കാരണം ഇങ്ങനൊരവസ്ഥയിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചിക്ക്. അപ്പം ചേച്ചി ചോദിച്ചു, എന്താണ് നീ ഇത് പറയാതിരുന്നത്? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയാതിരുന്നത്. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാളും കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാൻ അതിനെ കീഴ്പ്പെടുത്തണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനയും, ഇനി എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ ചേച്ചി ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്, നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി, നമുക്ക് എന്തായാലും ഇത് ആവശ്യം വരും, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ഇപ്പോൾ വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും അപ്പം ഒന്നും കൊണ്ട് തരാനില്ല, അതായത് എന്നും ഒന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. അതുപോലെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, അതും ഒരു വരുമാനമാണ്. പിന്നെ നമ്മുടെ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാമെന്ന് വെച്ച്. ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്തൊക്കെയാണ് ചേച്ചിയുടെ? ട്രീറ്റ്മെന്റ് ചെയ്യണം, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. എന്തായാലും ചേച്ചീനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹവും ചേച്ചി ഇനി ഒരുപാട് നാളെ മെയിൻ സ്ട്രീമിൽ തന്നെ നിന്ന് എപ്പോഴും മുൻനിര തന്നെ നിന്ന് നമുക്കൊക്കെ കാണണം. അതിപ്പം നെഗറ്റീവ് ആണെങ്കിൽ പോലും കാണാനും പറയാനും ഒരാളുണ്ട്. എന്നും എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ കാണുന്ന മുഖം ചേച്ചിയുടേതാണ്, ഇൻസ്റ്റാഗ്രാം തുറന്ന ചേച്ചിയാണ്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ കാണണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരുടെ പ്രാർത്ഥനയും ചേച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് ചേച്ചി തളരുകയോ, ഈ ഒരു ശരിക്കും ബോൾഡായിട്ടുള്ള ഗേള് ചേച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്ര സൈബർ ബുള്ളിങ് ഏറ്റിട്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി സമ്മതിക്കണം. അപ്പം ഞാൻ കരഞ്ഞ് തളർന്നു കഴിഞ്ഞാൽ എന്നെ മാതൃകയാക്കിയേക്കുന്ന കുറച്ച് പേരുണ്ട്, എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ. അവർ ഡൗൺ ആവും. അപ്പം അവർ ഡൗൺ ആകാൻ പാടില്ല. ഞാനിങ്ങനെ തന്നെ പോകും മുന്നോട്ട്.